ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐസപ്തൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിൻ്റർ ആർക്ക് എന്നൊരു ജീവിതഘട്ടത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഒന്നും മുന്നോട്ട് പോകുന്നില്ലെന്ന് തോന്നും. സ്വപ്നങ്ങൾ നിശ്ചലമാകും, പരിശ്രമങ്ങൾക്കുള്ള ഫലം കിട്ടാതിരിക്കും, ഇരുട്ടുപോലൊരു അന്തരീക്ഷം ചുറ്റും പരക്കും. ആ സമയത്ത് തന്നെയാണ് ഞാൻ വിൻ്റർ ആർക്ക് എന്ന് വിളിക്കുന്നത്. ജീവിതം ഒരു കാലാവസ്ഥ പോലെയാണ്. വസന്തം, വേനൽ, മഴ, ശിശിരം എല്ലാം മാറി മാറി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ യാത്രയിലും പ്രഭയുള്ള കാലവും ശാന്തമായ ഇരുട്ടിൻ്റെ കാലവും വരും. വിൻ്റർ ആർക്ക് എന്നത് പുറത്തൊന്നും നടക്കാത്ത കാലഘട്ടം. പക്ഷേ അതൊരു അവസാനമല്ല, അതൊരു തയ്യാറെടുപ്പാണ്. ഒരു മരത്തിന് ഇലകൾ വീണാലും അതിൻ്റെ വേരുകൾക്കുള്ളിൽ പുതിയ ജീവൻ ശേഖരിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിൻ്റർ ആർക്ക്. ശീതകാലത്ത് ഒരു വൃക്ഷത്തെ നോക്കൂ, ഇലകളും പൂക്കളുമില്ല, മരിച്ചുപോയെന്ന് തോന്നും. പക്ഷെ സത്യം എന്താണ്? അതിൻ്റെ ഉള്ളിൽ പുതുജീവൻ പറക്കുകയാണ്. വേരിൽ നിന്ന് പുതുശക്തി സമാഹരിക്കുകയാണ്. കാലം കഴിഞ്ഞാൽ വസന്തം വരും, പുതുതായി ഇലകൾ വിരിയും, പൂക്കൾ വിടരും, പഴങ്ങൾ കൊയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. വിൻ്റർ ആർക്ക് എന്നത് നഷ്ടകാലമല്ല, മറിച്ച് പുനർജന്മത്തിൻ്റെ പ്രാരംഭമാണ്. വിദ്യാഭ്യാസം, ജോലി, ബന്ധങ്ങൾ എല്ലാം ഒരുപോലെ സുഖമായി പോകില്ല. ഒരുപാട് പഠിച്ചിട്ടും പരീക്ഷയിൽ വിജയിക്കാതെ വന്നേക്കാം. ജോലി തേടി നടന്നിട്ടും അവസരം കിട്ടാതെ വന്നേക്കാം. ഒരുപാട് സ്നേഹിച്ചൊരു ബന്ധം അവസാനിച്ചേക്കാം. ഈ സമയങ്ങളാണ് നമ്മുടെ വ്യക്തിഗത വിൻ്റർ ആർക്ക്. ഈ ഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്? പക്ഷെ മറുപടി വളരെ ലളിതമാണ്. നീ വളരാൻ പോകുകയാണ്. നീ പുത്തൻ വഴിയിലേക്ക് കടക്കാൻ പോകുകയാണ്. അതിനു മുമ്പ് ജീവിതം നിന്നെ ശാന്തമാക്കി, ചിന്തിപ്പിച്ച് ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിൻ്റർ ആർക്കിനെ എങ്ങനെ നേരിടാം? ആദ്യം സ്വീകരിക്കുക. ഇത് ജീവിതചക്രത്തിലെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമതായി ചെറുതായി മുന്നോട്ട് നീങ്ങുക. വലിയ നേട്ടങ്ങൾ തേടേണ്ട, പ്രതിദിനം ചെറിയൊരു പ്രവൃത്തിയെങ്കിലും ചെയ്യുക. മൂന്നാമതായി സ്വയം വിലയിരുത്തുക. എഴുത്തിലൂടെയോ ധ്യാനത്തിലൂടെയോ നിങ്ങൾ ശക്തികളും ദുർബലതകളും തിരിച്ചറിയുക. നാലാമതായി ശാന്തതയെ വിശ്വസിക്കുക. ശാന്തതയിൽ തന്നെ വളർച്ചയുടെ വിത്ത് മറിഞ്ഞിരിക്കുന്നു. ബാമ്പുവിൻ്റെ കഥ എല്ലാവർക്കും അറിയാമോ? ബാമ്പു വിത്ത് നടുമ്പോൾ 5 വർഷം വരെ അതിന് മണ്ണിന് മുകളിൽ ഒന്നും കാണാനില്ല. അത്രയും കാലം അത് ഭൂമിയിലേക്ക് വേരുകൾ വ്യാപിപ്പിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ അത് കുതിച്ചു വരും, ഉയരം പിടിക്കും. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ. വർഷങ്ങളോളം ഒന്നും സംഭവിക്കുന്നില്ലെന്ന് തോന്നും, പക്ഷെ അപ്രതീക്ഷിതമായ ഒരു കാലഘട്ടം വരും. അതിൽ നമ്മൾ വളരുന്ന വേഗം നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തും. അതിന് തയ്യാറാക്കുന്നതാണ് നമ്മുടെ വിൻ്റർ ആർക്ക്. സ്നേഹിതരെ, ജീവിതത്തിലെ വിൻ്റർ ആർക്കിനെ പേടിക്കേണ്ട. അതൊരു ശിക്ഷയല്ല, മറിച്ച് ഒരു പ്രശസ്തമായ തിരിച്ചുവരവിൻ്റെ പരിശീലനമാണ്. ഇരുട്ടിന് ശേഷം പ്രഭ വരും, ശീതകാലത്തിന് ശേഷം വസന്തം വരും. നിങ്ങൾ ജീവിതത്തിലും ഒരു പുതിയ പ്രഭാതം വരും. ശാന്തരാകൂ, ധൈര്യത്തോടെ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ വിൻ്റർ ആർക്കിന് ശേഷം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പുതിയ യാത്ര നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, വീണ്ടും കാണാം.